ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ പറഞ്ഞതുപോലെ വാതിൽപ്പാടിയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി എടുത്ത സ്വർണം ഈ 2020 മെയ്യിലാണ്. ഈ മെയ് മാസത്തിൽ ഈ പറയുന്ന പോലെ ഒരു സ്വർണം ഇപ്പം നമ്മൾ എല്ലായിടത്തും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്ര സ്വർണം രാവിലെ പണിയാൻ കൊടുക്കുന്നു, തിരിച്ച് പണി കഴിഞ്ഞതിന് ശേഷം എത്ര സ്വർണം തിരിച്ചേൽപ്പിക്കുന്നു, അതിന് കണക്കുണ്ടാവുന്നത്. ഈ മസ്ട്രൂൾ പോലെ അല്ലെങ്കിൽ അതിന് കണക്കുണ്ടാവും. 7-ാം തീയതി എടുക്കുന്നു, 10-ാം തീയതി വീണ്ടും പണിക്കെടുത്തപ്പോൾ ഇതിനകത്ത് വന്ന് ഏതാണ്ട് 13 പവനോളം വരുന്ന സ്വർണത്തിനകത്ത് കുറവ് വരുന്നു. ഇത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഫോർട്ട് പോലീസിൽ പരാതി കൊടുക്കുന്നു. പരാതി വളരെ വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരെയൊക്കെ അന്വേഷിക്കുന്നു. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർണം പോയി അല്ലെങ്കിൽ ഇവിടെ പോയി എങ്ങനെ പോയി എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചപ്പം ഈ സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മണലിനകത്ത് വന്ന് സ്വർണം തിരിച്ചു കിട്ടുകയാണ്. അപ്പം സ്വർണം മോഷണം നടന്നു, അത് പിടിക്കുമെന്ന് കണ്ടപ്പോൾ ഈ പറയുന്നത് പോലെ സ്വർണം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു. പോലീസ് വലിയ വിശദമായിട്ട് അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തുമ്പോൾ അതിനകത്തൊരു 6ഓളം ജീവനക്കാരെ അവർക്ക് സംശയമുണ്ട്. ക്ഷേത്രം ജീവനക്കാർ സംശയമുണ്ട്. ആ സംശയമുള്ളവരെ പോലീസ് പലവട്ടം പോലീസ് ചോദ്യം ചെയ്യുമ്പം നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ, പോലീസിന് പല മാർഗങ്ങളിൽ ചോദ്യം ചെയ്യാൻ പറ്റുമല്ലോ. അതിനകത്ത് മോശമായ മാർഗത്തിലേക്ക് പോലീസിന് പോകാൻ പറ്റത്തില്ല. അമ്പലത്തിന് വേണ്ടപ്പെട്ടവരും അമ്പലത്തിൻ്റെ ആൾക്കാരും ഈ പറയുന്നത് പോലെ 6 എണ്ണത്തിനകത്ത് 5 പേർ കുറ്റക്കാരല്ല, ഒരുത്തൻ മാത്രമാണ് കുറ്റക്കാരനെന്നുണ്ടെങ്കിൽ 5 പേർക്കും കിട്ടുന്ന ട്രീറ്റ്മെന്റ് പോലീസിന്റെ ഒരു ട്രീറ്റ്മെന്റ് പോലീസിനൊക്കെ പറയിക്കാനൊക്കെ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.